ഇനി ഞാൻ വന്നിട്ടുള്ളത് മുട്ടനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. തേങ്ങാമുറി എന്നും പറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉള്ളിയാണ് എടുത്തിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സമൂസക്കും കട്ട്ലറ്റിനൊക്കെ ഉള്ളി മസാലയൊക്കെ ഉണ്ടാക്കണം ആ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഉള്ളി പിന്നെ വഴറ്റിയെടുക്കുക, ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമണം മറന്നു വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ കിട്ടണം കേട്ടോ ഈ ഒരു ഉള്ളി. അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്നിട്ട് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ മസാല ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഓഫാക്കുക. അത് ഞാൻ ഇതിലേക്ക് വേണ്ട കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്തിട്ട് ഇതിലേക്ക് കൂട്ടണം. അപ്പം ഞാൻ കിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇറച്ചിക്കറി വെച്ചപ്പോൾ അതിലിട്ടിട്ട് വേവിച്ച ഒരു കിഴങ്ങുള്ളൂ. അപ്പോൾ അതിന് വേറെ പുഴുങ്ങിയെടുക്കണ്ടെന്ന് എഴുതിയിട്ട് കറിയിലിട്ടതാണ്. അപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര വിലയില്ല. അപ്പോൾ ഒരു വെടിക്ക് 2 പശിയായിരുന്നു കണ്ട് ഇറച്ചിക്കറിയിൽ തന്നെ ഇട്ടതാണ്. നല്ലോണം കേകിയിട്ട് അയക്കണം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ തൊലി കളയുക. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഇനി നമ്മൾ ആ മസാലയിലിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ചൂടുള്ളതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ടില്ല, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഉടച്ച് കഴിഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് പിന്നെ എടുക്കണം. ഇതിലേക്ക് ചിക്കനോ ബീഫോ ഒക്കെ വേണമെങ്കിൽ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കട്ടോ. ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാനൊരു 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ഒരു മുട്ട കൊണ്ട് ഒന്ന് വീറ്റ് അടിച്ചെടുത്തിട്ട് അതുകൊണ്ട് ബ്രെഡ് പൊടിയുണ്ട്. ഇനി ഉരുളയാക്കിയിട്ട് നമുക്ക് മുട്ട അതിൽ വെച്ചിട്ട് കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ പരത്തിയെടുക്കുക. ഞാൻ 4 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി മുട്ട അതിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മുട്ട ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മുട്ടമ്മ ഫുള്ളും അതണ്ട് കവറായിക്കോളും. നല്ലോണം അങ്ങോട്ട് പൊതിഞ്ഞെടുക്കുക. 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ 2 കൈ കൊണ്ടും ഇങ്ങനെ ആക്കിയെടുത്താൽ മുട്ട കംപ്ലീറ്റ് അത് പൊതിഞ്ഞ് കിട്ടും. അങ്ങനെ 4 മുട്ട ഈ രീതിയിൽ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. മുട്ടനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഇതിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ എല്ലാം റെഡിയായി. ഇനി മുട്ട നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മുക്കിയെടുക്കുക. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കണം ആ രീതിയിൽ തന്നെ അതിൽ മുട്ടൻ്റെ ആ ഒരു കൂട്ടിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആ മുട്ട വന്ന് ആ ഒരു മസാല പോകാത്ത രീതിയിൽ ഇങ്ങനെ ഇതേപോലെ മുക്കിയെടുക്കണം. ഇത് ഞാൻ ഒരു പ്രാവശ്യം മുക്കിയിട്ട് പിന്നെ ഒന്ന് കയ്യിലിട്ട് ഇതാക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി റസ്കും പൊടിയിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കണുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ എല്ലാതും ഇതേപോലെ ചെയ്തെടുത്തിട്ട് വേണം എണ്ണയിലിട്ട് പൊരിക്കാൻ. അപ്പോൾ അത് ഒന്നിവിടെ റെഡിയായി. ബാക്കിയും കൂടി അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ 4 എണ്ണം ഞാൻ അതേപോലെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ട് അതിലിട്ട് പൊരിച്ചെടുക്കുക. ഞാൻ ഒരുപാട് എണ്ണയിൽ അല്ല പൊരിച്ചെടുക്കണത്. ഈ എണ്ണ പൊരിച്ചെടുത്താൽ പിന്നെ നമുക്കതിൽ അതിൻ്റെതൊക്കെ ആയിട്ട് എണ്ണ കേടുവരും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് പൊരിച്ചെടുക്കുക, കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ആയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം മറ്റേ ഭാഗം ആവും. ഒരുപാട് മുക്കി പൊരിക്കുമ്പോൾ നമുക്ക് ആ എണ്ണ ഇതിൻ്റെ ബ്രെഡിൻ്റെതായിട്ട് നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കളയാനുള്ളതാണ്. അപ്പോൾ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റത്തെ അത് ആയിട്ടുണ്ട്. അത് 4 എണ്ണം ഞാൻ ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയും ബ്രെഡ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. തേങ്ങാമുറി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ റംസാനിന് ഓരോ വിഭവങ്ങളും മാറി മാറി ഉണ്ടാക്കുമ്പോൾ ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എല്ലാ നോമ്പിനും ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ഉണ്ടാക്കുകയല്ല. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നമ്മളെ തേങ്ങാമുറി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാമുറി എന്നാണ് ഇതിന് പറയുക. മുട്ട കബാബ് ഒന്നും പറയും കേട്ടോ. അപ്പം ഇങ്ങനെ മുറിച്ച് വെച്ചാൽ തേങ്ങാമുറി മുറിച്ച് വെച്ച പോലെയല്ലേ, തേങ്ങ മുറിച്ച് കണ്ട് വെച്ച ആ രീതിയിലുണ്ട്.
അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.